സായികുമാർ ഇപ്പോൾ ദൃക്സാക്ഷി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട സിഐയുടെ പ്രതികരണം അത് കണ്ടിരുന്നോ? വാർത്തയിൽ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ഇതുവരെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല, വേണമെങ്കിൽ എല്ലാ പരിശോധനയും നടത്താം എന്നുള്ളതാണ്, ടവർ ലൊക്കേഷൻ പരിശോധിക്കാമെന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പു പറയുകയാണ്. മാത്രമല്ല, ഈ പരാതി നൽകാൻ എത്തിയ കാര്യം ഈ പറയുന്ന വീടുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട പരാതിയല്ല, മറിച്ചൊരു ഓട്ടോയിൽ വരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന പരാതിയായിരുന്നു. അതിൽ FIR ഇടുകയും ആ ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ഓട്ടോ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയും കൂടി 4 ദിവസം അവിടെ വന്ന് നിന്നിട്ടാ പോന്നിക്കണത്. എവിടെ? താത്താന്റെ വീട്ടില്. പേര് പറയണ്ട കേട്ടോ. ശരി, അവരുടെ വീട്ടിൽ പോയി നിന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ എല്ലാ മാസം അവിടെ പോണുണ്ട്, ആഴ്ചയിൽ പോണുണ്ട്. അല്ല, നിങ്ങൾ പോയിട്ടില്ല എന്നല്ല കേട്ടോ, നിങ്ങൾ പോയിട്ടില്ല എന്നല്ല. പോലീസുകാരൻ ഈ CIക്കെതിരെയാണല്ലോ ആദ്യത്തെ പരാതി. അദ്ദേഹം പറയുന്നതാണ്, വിനോദാണ് പറഞ്ഞത്, ഞാൻ ആ വീട് കണ്ടിട്ടില്ല, എനിക്കറിയില്ല ആ വീടെന്ന്. താങ്കൾ പറയുന്നു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോകുന്നത് താങ്കൾ കണ്ടു എന്ന്, അല്ലേ? കണ്ടു. ഒന്ന് വിശദീകരിക്കുമോ? ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളിൽ താങ്കൾക്ക് അതിനെ എങ്ങനെയാണ് ഖണ്ഡിക്കാൻ കഴിയുക? അയാള് പറഞ്ഞത് നുണയാണ്, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഓട്ടോറിക്ഷയിൽ പോയതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ? ഞാന് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അന്ന് CI ആയിട്ട് ഇയാളായിട്ട് ഞാൻ ഒരു വട്ടം ഞാൻ ഇയാളെ കണ്ടുള്ളൂ. ഈ വീട്ടിൽ വന്നിട്ടാ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അയാളെ. അല്ല, നിങ്ങളല്ല, ഈ താത്ത എന്ന് പറയുന്ന ആള് അവിടെ പോയിരുന്നോ? ഈ ഓട്ടോക്കാരനെതിരെ പരാതി കൊടുത്തിരുന്നോ? എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇയാള് വന്ന് വാതിൽമ മുട്ടി ഇതാരാന്ന് ചോദിച്ചപ്പോ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ആ പടാപ്പുറത്ത് ഇരിക്ക്, വീടിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഞാൻ കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംസാരത്തിലാണ് പുള്ളി റൂമിൽ വെച്ച് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല, അവരുടെ വീടാണ്, ഞമ്മക്കൊന്നും പറയാനുള്ള ഒരു അധികാരമില്ല. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടാണെന്നുള്ളൊരു നിലവുള്ളൂ എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവര് വാതിലടച്ചു. അവിടെ ഞാൻ ആ പടാപ്പുറത്ത് തന്നെ കിടന്നു. കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു, 2 കുട്ടികൾ, എൻ്റെ മോനും ഉണ്ടായിരുന്നു, അവരെ മോനും ഉണ്ടായിരുന്നു. ഇവര് കുറെ കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, സാറേ അതിന്റെ ഉള്ളിൽ എന്തേ പരിപാടി ഉണ്ടായിരുന്നു? എന്തായാലും ഞാനും 2 കുട്ടികളെ ഉമ്മയാണ്, എനിക്കറിയാം ഒരാണും പെണ്ണും കൂടി എന്താ കൂടെ നടക്കണമെന്ന് എനിക്കറിയാം, എന്നോട് നോണൊന്നും പറയണ്ടായിരുന്നു. ഞങ്ങൾ വീടിന്റെ കാര്യം സംസാരിക്കായിരുന്നു എന്നും പറഞ്ഞ ആള് വാതിൽ പറഞ്ഞു. നല്ല കൂസായിട്ടാ ഇറങ്ങിപ്പോയത് ആള്. അപ്പൊ ഞാൻ താത്താനോട് ചോദിച്ചു, പക്ഷെ താത്ത ഒന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ചോദിച്ചു, ഞാൻ കാക്കാട് പറയും, നിങ്ങളെ ഹസ്ബൻഡിനോട് പറയും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആള് കേട്ടില്ല. അപ്പൊ അവസാനമാണ് എന്നോട് താത്ത പറഞ്ഞത്, ഇങ്ങനെയാണ് എന്റെ വീട് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര മോശമായിട്ട് നിന്റെ മോത്ത് നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരാളായിട്ട് ഞാൻ 15 വർഷമായി ആളായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് 15 വർഷമായി. ഈ 15 വർഷമായിട്ട് ഞാനൊരു ചീത്ത സ്വഭാവം ഇന്ന് വരെ എന്നെ പറ്റിയിട്ട് അവരും കണ്ടിട്ടുണ്ടാവില്ല, അവരെ പറ്റിയിട്ട് ഞാനും കണ്ടിട്ടില്ല. നല്ല ഇതായിട്ട് നടക്കുന്നതാണ്. ഇപ്പോഴും ഈ പ്രശ്നം CI ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ വീട്ടമ്മ, നിങ്ങൾ താത്ത എന്ന് പറയുന്ന സ്ത്രീ ഈ സ്ഥിരമായി ഇങ്ങനെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പക്ഷെ FIR ഇടാൻ സമ്മതിക്കുകയില്ല, കാരണം അത് പുറത്തൊത്തു തീർപ്പാക്കുന്നത് പണം വാങ്ങിയിട്ടാണ്. ആ പണത്തിന്റെ പങ്ക് ചില പോലീസുകാർ പങ്കിട്ടെടുക്കാറുമുണ്ട് എന്ന ഒരു വിവരം കൂടി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ പരാതി നൽകുന്ന സ്ത്രീയാണെന്ന് പറയുന്നു. അത് എനിക്കറിയില്ല. അല്ല, 15 വർഷമായി അറിയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ അത് അങ്ങനെ പോക്കുണ്ടോന്ന് എനിക്കറിയില്ല, എന്നോട് പറയലുമില്ല, ഞാൻ ചോദിക്കാറുമില്ല. ഞാൻ കണ്ടത് എന്റെ കണ്ണിൽ കണ്ടത് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ സാർമാര് ഞാൻ അവിടെ കണ്ടിട്ടുമില്ല, ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വരെ. പക്ഷെ ഇവരങ്ങനെ ചെയ്യാറുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് എനിക്കറിയാൻ പറ്റൂല. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയ പരിചയമാണ്. എവിടെ നിന്ന് കണ്ടുമുട്ടിയ? ഞാൻ ആദ്യം കാലടി പറഞ്ഞൊരു താത്താന്റെ കൂടെ ജോലിക്ക് നിന്നായിരുന്നു. ആ താത്താന്റെ കൂടെ ജോലിക്ക് നിൽക്കുമ്പോ വേറെ താത്ത അവരെ നോക്കാൻ നിന്നിരുന്ന താത്ത വഴിയായിട്ടാണ് ഈ താത്താനെ ഞാൻ പരിചയപ്പെട്ടത്. ഇവര് വീട്ടുജോലിക്കൊക്കെ പോകുന്ന സ്ത്രീയാണോ? അല്ല, അവര് ജോലിക്കൊന്നും പോയിരുന്നില്ല. ഞാൻ ആദ്യം ഞാൻ പോണതാളാണ്. ഇവര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കൃഷ്ണലാൽ എന്ന SIയുടെ വീട്ടിൽ പോയിരുന്നോ?
എനിക്കറിയില്ല. എനിക്ക് കൃഷ്ണലാലിനൊന്നും എനിക്കറിയില്ല മാഡം. അതാരാന്നൊന്നും അറിയില്ല. അതല്ല, ഇന്നിപ്പോൾ CI പറഞ്ഞ കാര്യങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് അറിയുന്ന എനിക്കറിയില്ല. കൃഷ്ണലാലിനൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നു പറയും. പക്ഷെ എനിക്ക് ഈ സാർമാരെ അറിയുള്ളൂ. ഈ താത്ത വേറെ എവിടെയെങ്കിലും വീട്ടുജോലിക്ക് പോയിരുന്നോ? ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോയിരുന്നോ ഏതെങ്കിലും വീടുകളിൽ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പോകണ്ടോന്ന് എനിക്കറിയില്ല മാഡം. അപ്പൊ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ജീവിക്കണ ഭർത്താവ് ഗൾഫിലുണ്ടല്ലോ, ആളെ ഗൾഫിലുണ്ട്. അല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ആ പ്രതികരണത്തിൽ കണ്ടത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയുണ്ട്, 14-15 വയസ്സായ ഒരു കുട്ടിയുണ്ട്. പിന്നെ വേറെ മോനും ഉണ്ട്, അതിന്റെ മൂത്തതൊന്നും ഉണ്ട്. പിന്നെ വാപ്പി ഇമ്മയൊന്നും ഇല്ല, ഭർത്താവ് ഗൾഫിലാണ്. സാമ്പത്തികമായി പ്രശ്നങ്ങളില്ല? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ഭർത്താവ് ഗൾഫിലാണ്. പക്ഷെ വീട് അവരതല്ല, അവരെ സ്വന്തം വീടല്ല. അവരെ ഉമ്മാന്റെ അനിയത്തിമാരൊക്കെ വീട്ടിലാണ് കിടക്കുന്നത്. സാമ്പത്തിക പ്രശ്നം കൊണ്ടാണല്ലോ ഇപ്പൊ അത് അങ്ങനെ കിടക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫസ്റ്റിൽ വന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതിന് ഈ സാറ് അതിനെ പറ്റി സംസാരിക്കാനാണ് വീട്ടിൽ വന്നു എന്ന് ഈ സാറും പറഞ്ഞു, ഇവളും പറഞ്ഞു എന്നോട്. നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ആ ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ എന്നാണോ? വേറെ ഒന്നും അറിയില്ല? എനിക്ക് ആ വേറെ ഒരു പരാതിയായിട്ട് എനിക്കറിയില്ല മാഡം. അറിയെങ്കിൽ ഞാൻ പറയും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 2-3 ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ പോകുമ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നു, തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലേ? നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് 2 വർഷമായല്ലോ മാഡം പരാതി തന്നിട്ട്. അപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഇതിനൊന്നും നീതിയും കിട്ടിയില്ലല്ലോ, നമുക്ക് പറച്ചിലുണ്ട്. അനക്ക് നീതി കിട്ടിയില്ലല്ലോ താത്താന്ന് പറയലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എത്ര ഉള്ളു, അത് തള്ളി പോയിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, തള്ളി പോയിട്ടുണ്ടാവുന്നു. കാരണം ഇന്നലെ മിഞ്ഞാന്നാണല്ലോ ഇപ്പൊ ഇത് കുത്തി പൊന്തിയത് വീണ്ടും. അപ്പൊ തള്ളി പോയിട്ടുണ്ടാവില്ല. എനിക്ക് കേസിന്റെ വൈഭാഗങ്ങളൊന്നും അറിയില്ല മാഡം. നമ്മൾ ഇതിന് നടക്കുന്ന ആളുമല്ല. എനിക്ക് ഇതിനെ പറ്റി അറിയില്ല, അവർക്കും അറിയില്ല. പക്ഷെ ഇതിങ്ങനെ ലീഗലായിട്ട് നമ്മൾ അവിടെ വെച്ചു പോയി, പരാതി അവര് വെച്ചു. അപ്പൊ എന്നെ വിളിച്ച് സാർമാര് ചോദിച്ചു, നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. കണ്ടൂന്ന് ഞാൻ പറഞ്ഞു. കണ്ടതാണ് ഞാൻ പറയുന്നത്. ബൈക്കിലാണ് വന്നത്. ബൈക്കുമ്പോ കയറിയിട്ട് പോയതാണ്. യൂണിഫോമിന്റെ അല്ല വന്നിക്കണ് കേട്ടോ, സാധാ ഡ്രസ്സുമല്ല വന്നിക്കണ്. ബൈക്കില്ല എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുകയാണ്. അത് എനിക്കറിയില്ല. ഒരു ബൈക്കുമ്പോ കയറിയിട്ട് ആള് പോയത്. അത് ആരെ ബൈക്കാണ് എന്താന്നൊന്നും എനിക്കറിയില്ല. ഈ സാറ് ഞാൻ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. ആ വട്ടം തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല സാർ. അതിന്റെ മുമ്പായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ താത്തയുമായി നിങ്ങൾ സംസാരിച്ചിരുന്നില്ലേ പിന്നീട്? അല്ല, അന്നത്തെ ദിവസം അല്ലാതെ ഇതല്ലാതെ ഒക്കെ ഞാൻ സംസാരിക്കലുണ്ട്. അവരുടെ അടുത്ത് പോക്കൊണ്ട് വരവുണ്ട്, താമസിക്കലൊക്കെ ഉണ്ട് ഞാനും. അപ്പൊ ഈ വീണ്ടും പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ അനുഭവം ആ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? ഇല്ല, എന്നോട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാഡം. എനിക്കറിയാൻ പറ്റൂല. എനിക്ക് ഈ കാര്യം മാത്രമേ അറിയുള്ളൂ. അന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ അല്ലേ? അന്ന് കണ്ടോളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് തള്ളി പോയിട്ടുണ്ടാവും, ഇതൊക്കെ എന്തേലും പെട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ പല നിയമങ്ങളും വരികയല്ലേ, അപ്പൊ അതിൽ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പൊ ഇന്നാള് കഴിഞ്ഞ ആഴ്ച അല്ല, അതിന്റെ മുന്നത്തെ ആഴ്ച ഞാൻ അവിടെ വന്നിട്ട് 2 ദിവസം 3 ദിവസം നിന്നപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളാ കേസ് തള്ളി പോയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. നീ ആ കൊടുത്ത കേസ് തള്ളി പോയില്ല താത്താന്ന് ചോദിച്ചു. ആക്കെ തള്ളി പോയിട്ടുണ്ടാവും ഇടീന്നും പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇനി അതങ്ങനെ പോണേക്ക് പോട്ടെ എന്നും പറഞ്ഞു ഞാൻ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണല്ലോ അവർ പറയുന്നത്. അതേക്കുറിച്ച് അറിയാമായിരുന്നു? എനിക്കറിയില്ല. എന്റെ മുന്നിൽ വെച്ചിട്ട് ഒരാളോട് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ലേനു, ഞാൻ കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഞാൻ കണ്ടു എന്ന് പറയും. ഇതിപ്പോൾ എന്തായാലും ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് മുഖ്യമന്ത്രിക്ക്? അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും അല്ലേ? ഞാൻ ഉറച്ചു നിൽക്കാം. ഞാൻ കണ്ടതല്ലേ. നമ്മള് കാണാത്തത് പറയാൻ പാടില്ലല്ലോ മാഡം. അവരുടെ ജോലി നമുക്ക് കളയാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ പോലെ ഒരു കുടുംബം അവർക്കും ഉണ്ടാവും. മനസ്സിലായി? അവര് ഒരു ഭാര്യയും കുടുംബം ഉമ്മയും വാപ്പിയൊക്കെ ആയിട്ട് ജീവിക്കണോരേ കാര്യം. ആ കുടുംബം ജീവിക്കാൻ ഇനി അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ മാഡം. ആരും ചെയ്യരുതേ. ഞാനായാലും ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കളെയും നോക്കി ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെയും നോക്കി ജീവിക്കാം. അല്ലാതെ വേറെ പുറത്ത് പോകരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ സിയുടെ കാര്യത്തിൽ മാത്രമേ താങ്കൾക്ക് വ്യക്തതയുള്ളൂ. മറ്റു 2 പോലീസുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല മാഡം. ഒന്നും അറിയില്ല.
അറിയൂല. ഞാൻ കണ്ടിട്ടുമില്ല. താത്താന്റെ അടുത്ത് ഫോൺ നമ്പറോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെയാണ്. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്.